നമസ്കാരം. ആരണ്യകാണ്ഡത്തിലെ ലക്ഷ്മണോപദേശം നമ്മൾ നിർബന്ധമായും വായിച്ച് മനസ്സിലാക്കണം. അതിൽ പ്രപഞ്ച സത്യം എന്താണ്, മിഥ്യ എന്താണ്, എങ്ങനെ നമ്മൾക്ക് ഈ പ്രപഞ്ച സത്യത്തിൽ എത്താനുള്ള പ്രാക്ടീസുകൾ, പ്രപഞ്ച സത്യത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കി നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് തന്നെയാണ് മുക്തി. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. എങ്ങനെയാണ് ഈ ഈശ്വര സാക്ഷാത്കാരം നേടുക, എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്തുക, അതാണ് മുക്തിമാർഗം എന്ന് പറഞ്ഞാൽ. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മനസ്സ് നിശ്ചലമായിരിക്കും. അവർക്ക് മരിക്കുമ്പോൾ മനസ്സിലൊരു ആഗ്രഹം പോലും നിലനിൽക്കില്ല. അതാണ് മുക്തിമാർഗം എന്ന് പറഞ്ഞാൽ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. അതിന് മറുപടിയായിട്ട് നോക്കാം. കേട്ടാലുമെങ്കിലതിഗുഹ്യമാമുപദേശം. ഞാനീ പറയുന്നത് വളരെ അതിസൂക്ഷ്മവും പ്രയാസവും, മനസ്സിലാക്കാൻ പ്രയാസമെന്നാണ്. ഗുഹ്യം എന്ന് പറഞ്ഞാൽ രഹസ്യം എന്ന രീതിയിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇപ്പം മനസ്സിലാക്കാൻ അതീവ ബുദ്ധിമുട്ടുള്ള ഗുഹ്യമായ ഉപദേശമാണ്. കേട്ടോളം തീർന്നുകൂടും വികല്പഭ്രമമെല്ലാം. ഇതെല്ലാം ഉണ്ട് എന്ന തോന്നലല്ല, ഭ്രമമാണ്. ഈ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ബാക്കി ഉണ്ട് എന്ന് തോന്നുന്നതെല്ലാം നമ്മുടെ വികല്പ ഭ്രമമാണ്. അതില്ലാതാവാൻ മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചെയ്യാമല്ലോ. ആദ്യം ഞാൻ ഈ പ്രപഞ്ചത്തിലെ മിഥ്യ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള നാമരൂപങ്ങളെല്ലാം ഇല്ലാത്തതാണ്, മിഥ്യയാണ്. മായാസ്വരൂപത്തെ ഞാൻ പിന്നീട് അതിനുശേഷം ജ്ഞാനസാധനം ചൊല്ലാമല്ലോ എന്ന് പറയാം. അതായത് ജ്ഞാനം നമ്മൾക്ക് വെറുതെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ സാധനയിലൂടെ, പ്രാക്ടീസിലൂടെ മാത്രമേ നമ്മൾക്ക് ഈ റിയാലിറ്റി എന്താണ്, പ്രപഞ്ച സത്യം എന്താണ്, പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബോധം അല്ലെങ്കിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതാണ് ജ്ഞാനം. അത് സാധാരണഗതിയിൽ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിശ്ചലമായ, കാണാൻ സാധിക്കാത്ത, ഗ്രഹിക്കാൻ സാധിക്കാത്ത, ഒരു ക്വാളിറ്റിയുമില്ലാത്ത നിർമ്മയമായ നിഷ്കളങ്കമായ ബോധം, ബ്രഹ്മം, അതാണ്. അപ്പോൾ അത് സാധാരണഗതിയിൽ മനസ്സിലാവില്ല. കുറേ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കുന്നതോടെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ മനസ്സിനെ റീവയർ ചെയ്ത് നമ്മൾക്ക് പുതിയ അറിവിലേക്ക് എത്താനേ സാധിക്കൂ. അതാണ് വളരെ പ്രധാനമാണ് അവിടെ പറഞ്ഞ്. ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. അതാണ് ഇതിൽ ഞാൻ പറഞ്ഞ ഇതിലൊരു 10-15 പ്രാക്ടീസുകളാണ് ഇതിൽ വരുന്നത്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.